സാലറിയൊക്കെ കിട്ടിയിട്ട് ഇന്ന് 6 ദിവസമായില്ലേ. മിക്കവാറും ആളുകളുടെ സാലറിയൊക്കെ ഓൾമോസ്റ്റ് റെൻറ്റും ലോണൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാണോ അല്ലേ. 2026 എന്ന വർഷത്തിൽ ഒരുപാട് റെസൊല്യൂഷനുമായിട്ട് തുടങ്ങിയ ആളുകളാണ് നമ്മൾ മിക്കവാറും എല്ലാവരും ആളുകളും. ഒരുപാട് ആളുകൾ ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ടാകും, ഒരുപാട് ആളുകൾ മറ്റു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷെ അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, എൻ്റെ പേര് സേതുലാൽ. ഞാൻ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും ടിപ്പുകളൊക്കെ പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. 2026 അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഗുണമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലെത്തണം, പക്ഷെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് കാര്യം എത്താൻ പറ്റത്തില്ല. കാരണം കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ മടി പിടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ സാധനം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും ഇത് ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കാര്യങ്ങളൊന്നും ഒഴിവാക്കുക. മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കാര്യം നേടണം, ഒരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഗോള് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഗോളിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് നടക്കുക അല്ലാതെ അതൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്കറിയാം, മിക്കവാറും ഈ ലോകത്ത് ഒരുപാട് ഓരോ ദിവസം ചെല്ലുന്നോറും മാസങ്ങൾ കൂടുന്നോറും പുതിയ പുതിയ കമ്പനികളും കാര്യങ്ങളും പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എല്ലാ കമ്പനികളും ഹിറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മികച്ച ഉയർച്ചയിലേക്ക് എത്തുന്നില്ല? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഇല്ലായ്മയായിരിക്കണം. ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട സിസ്റ്റം പോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന സിസ്റ്റവും. കാരണം കമ്പനികൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ രണ്ട് പരിപാടി ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രോപ്പർ സിസ്റ്റം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ എടുക്കുന്ന പണിയൊക്കെ വെറുതെയാവും. മനസ്സിലായോ? വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകൾ അടിപൊളിയാക്കുക എന്ന് പറയും. അതായത് നമുക്കറിയാം, ഒരു അലക്ഷ്യമായിട്ട് ഒരു ക്ലീൻ അല്ലാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സും ഏകദേശം അതുപോലെ ആയിരിക്കും. ഒരു മൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതേസമയം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ക്ലീൻഡ് ആയിട്ട് എല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നമ്മളൊരു ലക്ഷ്യം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഈ 2026 എന്ന് പറഞ്ഞ വർഷം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം, നമ്മളുടെ എൻവയോൺമെൻറ്റ് അടിപൊളിയാക്കാം. ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം അതിൽ പെടും കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഇത്രയും കാലം നമ്മുടെ ഒരുപാട് ജങ്ക് ഫുഡുകളും ഒരുപാട് മന്തി പോലുള്ള കാര്യങ്ങളൊക്കെ, മന്തിനും ഒരു ഫുഡ് മോശമാണെന്നല്ല ഇവിടെ പറയുന്നത്, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനായാലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കായാലും അതിനൊരു ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും നിങ്ങൾ 2026. അപ്പോൾ കുറച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ അലമ്പായി നടക്കുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി കാര്യങ്ങൾ കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാവുക, കുറച്ച് പങ്ക്ച്വലാകുക, ഒരു സിസ്റ്റം കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി പണി കഴിഞ്ഞു. ശരിക്കും നിങ്ങളുടെ 2026 അടിപൊളിയാക്കാനുള്ള പകുതി പരിപാടി അവിടെ കഴിഞ്ഞു. വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് കൂട്ടുകെട്ട്. നമ്മൾ കൂടെ നടക്കുന്ന ആളുകൾ ഒട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒട്ടും മുന്നോട്ട് പോകണം, ലൈഫ് അടിപൊളിയാക്കണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളുടെ കൂടെ നമ്മൾ നടക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു രീതിയിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ 5 സുഹൃത്തുക്കൾ എനിക്ക് കാണിച്ചു, നിങ്ങളുടെ ഭാവി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ കൺസെപ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെങ്ങനെയാണോ അവർ ചിന്തിക്കുന്നതിൻ്റെ ഒരു 90% നിങ്ങളുടെ തോട്ടം അങ്ങനെ തന്നെയായിരിക്കും. അവരലമ്പാണ്, ഓക്കെ, മിക്കവാറും എല്ലാ ദിവസവും നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, നിങ്ങൾ അലമ്പായിരിക്കാം, വേറെ അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുടെ കൂടെയാണ് നമ്മളെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ ആയിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടി നമ്മൾ അവരുടെ കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാനും ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു തുടങ്ങും, എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടുകെട്ടാണ് നമ്മളെ കൂടെയുള്ളതെങ്കിൽ 2026 അടിപൊളിയാക്കാനും പറ്റും, നിങ്ങളുടെ ലക്ഷ്യം മികച്ചതാക്കാനും പറ്റും. ഞാനീ പറഞ്ഞതിനകത്തും ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും മോശമാണെന്നുള്ള രീതിയിലല്ല, അങ്ങനെ ആരും എടുക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ 2026 അടിപൊളിയാക്കണം,
നിങ്ങളെ റെസൊല്യൂഷൻസ് 2026 എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അടിപൊളിയാക്കണമെങ്കിൽ കൂട്ടുകെട്ട് അടിപൊളിയാക്കണം എന്നുള്ളത് മിക്കവാറും എല്ലാവരും പറയുന്നുണ്ട്. ചില സമയം നമുക്ക് ഇപ്പം നിലവിൽ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ആ ഒരു മോശം കൂട്ടിട്ട് നിന്ന് മാറാൻ വേണ്ടി ചിലപ്പോൾ മാറിയിട്ട് പുതിയൊരു ടീമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ ആ സമയം എടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനെ കൂട്ടുകെട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ നിനക്കൊരു ആഗ്രഹമുണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആവണം, അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും ഇടണം, ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യാം, നീ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് തുടങ്ങുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഇത് പോകുന്ന സമയത്ത് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും, കാരണം നിന്നെക്കൊണ്ടാവില്ല, ഇതൊക്കെ എവിടെ എത്താനാ, അങ്ങനെയൊക്കെ പറഞ്ഞു വരാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് നിങ്ങളത് നിർത്തി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ നിങ്ങൾ ഈ എടുക്കുന്ന എഫർട്ടൊക്കെ വെറുതെ ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അത് അത്രയും നിങ്ങളുടെ ഉള്ളിൽ സ്റ്റിക്കോണായി കിടക്കുന്നതാണ്, ഇത് എനിക്ക് എന്തായാലും നേടിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങും. ചെയ്ത് കൺസിസ്റ്റൻ്റായി ചെയ്യുക നമ്മളെപ്പോഴും പറയുമല്ലോ. കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത കാര്യം തന്നെ അത് തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഓരോ ചെയ്യുന്ന ഓരോ സമയത്തും മുന്നോട്ട് പോകുന്നതും പ്രോഗ്രസീവായിട്ട് നിങ്ങൾ ചെയ്യണം. അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. എനിക്കറിയാം, നമ്മളിപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ എപ്പോഴും പറയുന്നേക്കാം, ഞാൻ ഇത്ര കാലമായിട്ട് ഏകദേശം ഒരു 1-2 വർഷമായിട്ട് ജിമ്മിന് പോകുന്നത്, പക്ഷേ എനിക്ക് മാറ്റമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ അവിടെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ജിം ട്രെയിനേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ടിൽ യു ഡൈ എന്ന് പറയില്ലേ, നിങ്ങൾ മാക്സിമം നിങ്ങൾ ചാവുന്ന അത്രയും രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയില്ലേ, അതുപോലെയാണത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ചിലപ്പോൾ കുറേ കാലം നിങ്ങൾക്കത് മാറ്റമൊന്നും ഇല്ലാതിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസീവായിട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെ ചുറ്റുമുള്ളവർ കാണാൻ തുടങ്ങും. ഓക്കെ, സേതു മാറി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഇയാൾ മാറിയിട്ടുണ്ട്, നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആൾ നമുക്ക് ചുറ്റിലുമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പരിഹസിച്ച് ഒഴിവാക്കിയവർ പിന്നീട് നമ്മളെ പിടിച്ചാൽ പോലും കിട്ടാത്ത ലെവലിലേക്ക് മാറി ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ണ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 2026 നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിലൊക്കെ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു തോന്നി നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പോൾ ഈ തോൽവി എന്ന് പറയുന്ന കാര്യം എന്തായാലും അത്ര വലിയൊരു മോശം കാര്യമൊന്നുമല്ല. കാരണം ഒരു വിജയത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു 100 പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടാവുമെന്നാണ് എല്ലാ ആളുകളുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രഗിള്, ഇൻസൾട്ട്, പണമില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ 1-2 നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രോപ്പറായി സ്റ്റേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടും തൻ്റെ ലക്ഷ്യങ്ങളെ കൈവിടാതെ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ പ്രോഗ്രസീവായിട്ട് ചെയ്ത് അപ്ഡേറ്റുകൾ കൊണ്ടുവന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന ആളുകൾ മാത്രമേ ലൈഫിൽ അടിപൊളിയായി ജയിച്ചിട്ടുള്ളൂ. അല്ലാത്തവർ ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന രീതിയിൽ അവിടെ ഇരുന്ന് പോയിട്ടേ ഉള്ളൂ. കാലങ്ങൾ പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ അപ്ഡേറ്റ് ആവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ ആ പഴമയെ തന്നെ ഇരുന്ന് പോകും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 26 അടിപൊളിയാക്കാനുള്ള കുറച്ച് ടിപ്പുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ 2026 അടിപൊളിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.